ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 6-ാം തിരുവചനം. നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവചിന്തയുണ്ടോ എന്ന് ധ്യാനിക്കേണ്ട പുണ്യദിനങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. ഈശോയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പാ നിന്റെ ഇഷ്ടം പോലെല്ലാം നിറവേറട്ടെ. അവൻ്റെ പരസ്യ ജീവിതത്തിലും ഒടുവിലത്തെ ജീവിതത്തിൻ്റെ സഹനത്തിലുമെല്ലാം അപ്പൻ്റെ വിചാരത്തോടെയാണ് മകൻ ഈ ഭൂമിയിൽ ജീവിതം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ പാതകൾ ലോകരക്ഷയ്ക്ക് കാരണമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾ ദൈവവിചാരത്തോടെയാകുമ്പോൾ അതിൻ്റെ അന്ത്യമെല്ലാം അനുഗ്രഹമായി മാറും. പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ വിവരങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നതെല്ലാം മണ്ടത്തരങ്ങളായി ഒടുങ്ങിപ്പോകാറുണ്ട്. അങ്ങനെയല്ല, ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. ദൈവമേ, ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഇന്ന് ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷകൾ, ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലികൾ, അതെല്ലാം നിന്റെ കൃപയ്ക്കായി മാറട്ടെ, നീ മഹത്വപ്പെടാനായിട്ട് മാറട്ടെ, ദൈവചിന്തയോടെയായി തീരട്ടെ. അപ്പോൾ സ്വർഗം നമുക്കും ലോകത്തിൽ ഒരു അനുഗ്രഹമായി ജീവിക്കാനുള്ള കൃപയേകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.